നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് ഈ മാർച്ച് 29 എത്തിയിരിക്കുകയാണ്. ശനിയുടെ രാശിമാറ്റത്തെ കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. എന്നിരുന്നാലും ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം ഫലത്തെ അറിയിക്കുക എന്ന് എനിക്ക് നിരവധി ആളുകൾ പ്രേക്ഷകരുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പ്രത്യേക നക്ഷത്ര ഫലങ്ങളെ പറയാൻ പോവുകയാണ്. നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും ശനിയുടെ രാശിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ശനി രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയിൽ ഏർപ്പെടാൻ അനുകൂലമായ സമയമല്ല. എങ്കിലും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ്. വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചില പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടു നിന്നിരുന്നവർക്ക് തിരിഞ്ഞ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അനാവശ്യ ഔഷധങ്ങൾ ഒഴിവാക്കുക. ഔഷധങ്ങൾ മൂലം അലർജി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. രോഗദുരിതങ്ങൾ ഉള്ളവർക്ക് അതൊക്കെ ശമിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ തിരുവോണ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിലെ അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ശമിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖേന ചില കലഹങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. സുഹൃത്തുക്കളുടെ വിവാഹത്തിലൊക്കെ സംബന്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വ്യവഹാര കാര്യങ്ങളിൽ തിരിച്ചടി ഉണ്ടായേക്കാം. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ വിജയത്തിലെത്തുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാർ ദോഷശാന്തിക്കായി ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശനിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുക. കറുകമാല സമർപ്പിക്കുന്നതും ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഗണപതിയുടെ മന്ത്രങ്ങൾ നിത്യേന ജപിക്കുക. ഇനി നമുക്ക് ഔട്ട നക്ഷത്രക്കാരുടെ ശനി രാശിമാറ്റ ഫലം നോക്കാം. ഔട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമായി നിന്നിരുന്ന ചിലരൊക്കെ പിന്നോക്കം പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അനാരോഗ്യം മൂലം മുൻ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വിദേശ സഞ്ചാരം സാധ്യമാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. വാഹനം, ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ലഹരി വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വിലപ്പെട്ട രേഖകൾ കൈമോശം വരാനിടയുണ്ട്. കരുതലെടുക്കേണ്ടതാണ്. കഴിയുന്നതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ ചിലപ്പോൾ വിജയം കൈവരിച്ചു എന്ന് വരികയില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോഴെങ്കിലും ബന്ധുജന സഹായം വഴി സാമ്പത്തിക വിഷമതകൾ മറികടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രമോഷൻ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂകളിൽ നേട്ടം കൈവരിക്കാനുള്ള സാഹചര്യമുണ്ട്. സർക്കാർ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹത്തിനുള്ള സാഹചര്യമുണ്ട്. കരുതലെടുക്കേണ്ടതാണ്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പിതാവിന് ചില അരിഷ്ടതകളും ഉണ്ടായേക്കാം. പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അവിട്ട നക്ഷത്രക്കാർ ദോഷശാന്തിക്കായി ശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശാസ്താക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും ദർശനം നടത്തുക, നീരാഞ്ജനം നടത്തുക, എള്ളുപായസം നടത്തുക, ശാസ്താവിന്റെ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ ശനിയുടെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മത്സര പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി പണം മുടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. സഞ്ചാരക്ലേശം വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗ അരിഷ്ടതയുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഭക്ഷണ സുഖം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ഉന്നമനം ഉണ്ടാകുന്നതാണ്. നേത്രരോഗത്തിനും സാധ്യതയുണ്ട്. കരുതലെടുക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വാസസ്ഥലത്തിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റവും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകുന്നതാണ്. പണച്ചിലവുള്ള കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഏർപ്പെട്ടേക്കാം. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി ഉണ്ടാകാം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. വാഹനത്തിനായി പണം മുടക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. സഞ്ചാരക്ലേശം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അന്യരുമായി ഇടപെട്ട് മാനഹാനിക്കുള്ള സാധ്യതയുമുണ്ട്. വിദേശ യാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കാനും സാധ്യതയുണ്ട്. ചതയ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ
അവൽ നിവേദ്യം ഇവ നടത്തുക. ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ശനി രാശിമാറ്റ ഫലം ഒന്ന് പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പെരുമാറ്റത്തിൽ കൃത്രിമം കലർത്തി വിരോധം സമ്പാദിക്കാതിരിക്കുക. ബന്ധുജനങ്ങൾ മൂലം ഗുണങ്ങൾ വർദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി ഉണ്ടാകുന്നതാണ്. ഇരുചക്ര വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാന ലബ്ധിക്കും സാഹചര്യങ്ങളുണ്ട്. പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. കുടുംബസമേതം വിനോദങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുന്നതാണ്. ബന്ധുജനങ്ങൾ വഴി പെട്ടെന്നുള്ള കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകൾ തീരുമാനത്തിലെത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയം നേടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ഉണ്ടാകാനും സാഹചര്യമുണ്ട്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പരിക്കുകളൊക്കെ പറ്റാനുള്ള സാഹചര്യമുണ്ട്. വാഹനത്തിന് ചില അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നേക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക. ശിവ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. പുറകുവിളക്ക്, ശിവന് ധാര എന്നീ വഴിപാടുകളെ നടത്തുക. ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ശനി രാശിമാറ്റ ഫലം നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പണച്ചെലവ് അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദമ്പതികൾ ഒന്നിച്ച് നല്ല യാത്രകളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങളുമുണ്ട്. തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ദീർഘദൂര യാത്രകൾക്കായി പണച്ചെലവ് ഉണ്ടാകാം. ത്വക്ക് രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിക്കാവുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള വിഷമതകൾ ശമിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് അകൽച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകളും ഉണ്ടാകാം. സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കലാകായിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭൂമി മൂലം ധനലാഭത്തിനും സാഹചര്യങ്ങളുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കാം. അവിചാരിതമായി ചില യാത്രകൾ വേണ്ടിവരും. മനസ്സിന് സന്തോഷം വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കൾ ഒത്തുചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നേക്കാം. തടസ്സങ്ങളൊക്കെ മാറി കാര്യപുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാവിഷ്ണു പ്രീതിയാണ് വരുത്തേണ്ടത്. മഹാവിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക. ക്ഷേത്ര ദർശനം നടത്തി പാൽപായസം, തുളസിമാല എന്നിവ സമർപ്പിക്കുക. ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ വരുന്ന ശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അകന്നിരുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഔദ്യോഗിക രംഗത്ത് നേട്ടം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യനില പൊതുവെ തൃപ്തികരമാകുന്നതാണ്. എന്നാൽ ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ദൂര യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ്. പ്രണയബന്ധിതരായിട്ടുള്ളവർക്ക് സാഫല്യം ഉണ്ടാകുന്നതാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ഉപഹാരമായി ലഭിക്കുന്നതാണ്. വർഷത്തിന്റെ മധ്യം കഴിഞ്ഞാൽ പ്രവർത്തന രംഗത്ത് ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കുടുംബസുഖം, ബന്ധുഗുണം ഇവയൊക്കെ ഉണ്ടാകാം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പഠന നിലവാരം ഉയരുന്നതാണ്. ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാഹചര്യമുണ്ടാകും. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ഉദ്യോഗ കയറ്റവും ഉണ്ടാകാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകാം. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകാം. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകാം. പണമിടപാടുകളിൽ കൃത്യത പുലർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകാം. സാധിച്ചെടുക്കാൻ വിഷമമെന്ന് കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ദോഷശാന്തിക്കും ഗുണവർദ്ധനവുമായി രേവതി നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പുറകുവിളക്ക്, ശിവഭഗവാന് ധാര എന്നിവ നടത്തുക. കൂടാതെ കൂവളമാല സമർപ്പിക്കുന്നതും ദോഷങ്ങൾ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ ശനിമാറ്റത്തിന്റെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഏഴശനി, കണ്ടകശനി എന്നിവ ഉണ്ടെങ്കിൽ പോലും പല നല്ല ഫലങ്ങളും ശനി നൽകുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ശനിപ്രീതി വരുത്തി അതാത് നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള ദോഷപരിഹാരങ്ങളും ചെയ്തു മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്, നേട്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും വളരെ ഗംഭീരമായിട്ടുള്ള വർഷങ്ങളാകട്ടെ മുമ്പോട്ടുള്ളത് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.